നാളെ രാവിലെ എറണാകുളത്തേക്കൊന്ന് എത്താൻ പറ്റുമോ? ഒന്ന് കാണാനാ. ഇത് കേട്ടതും ഞാനും ദിശയും ബിലാലും വേഗം കാറിലേക്ക് വലിച്ചിട്ട് നേരെ പുറപ്പെട്ടിട്ടോ. ഏത് അസമയത്തും ഏത് കാട്ടിലേക്കാണെങ്കിലും ഇവന്മാര് രണ്ടാളും എന്റെ കൂടെ വരാൻ തയ്യാറാണ് കേട്ടോ. ഞങ്ങൾ കാറും എടുത്ത് നേരെ പോയത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടുത്തെ KSRTC കാർ പാർക്കിങ്ങിലെ വണ്ടിയും പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും നേരെ ബസ് സ്റ്റാൻഡിലേക്ക് കുതിച്ചു. ബസ് സ്റ്റാൻഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എറണാകുളത്തേക്കുള്ള ഞങ്ങളുടെ ബസ് എത്താൻ ഇനിയും കുറച്ചുകൂടെ സമയമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി ബസ്സിനെ കാത്തിരുന്നു. ദിശയും ബിലാലും സെറ്റായി ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു, എന്നെ ഒറ്റക്കാക്കിക്കൊണ്ട്. റോഡിന് ഇരുവശവുമുള്ള അമ്പരചുണ്ടികളായ ബിൽഡിങ്ങുകൾ കണ്ട് ഞാൻ അറിയാതെ കണ്ണടച്ചു. പുലർച്ചെ 2:30 എറണാകുളത്തെത്തിയ ഞങ്ങൾ ഒരു റൂം എടുത്ത് അവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. എന്നിട്ട് എഴുന്നേറ്റ് ഫ്രഷായി ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്തേക്ക്. എങ്ങോട്ടാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൂ എന്ന വാശിയിലായിരുന്നു ബിലാൽ. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള അമ്പി സ്വാമീസ് എന്ന വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് പോയി. അവിടെ നല്ല മസാല ദോശയും നെയ്റോസ്റ്റും നല്ല ഉഴുന്നുവടയൊക്കെ കഴിച്ച് ആരെ കാണാനാണ് പോയത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ.